വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +1 ഇന്ത്യൻ ഇക്കോണമി ടെക്സ്റ്റ് ബുക്കിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ മാനവ വിഭവം എങ്ങനെയാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്രോതസ്സുകളും അതിനെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കുന്നതും എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നോക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷൻ നോക്കാം, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് സോഴ്സസ്. അപ്പോൾ മാനവ വിഭവവും അതിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളും ഏതാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സ്കിൽഡ് ആൻഡ് എഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആർ കോൾഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാനവ വിഭവം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്കിൽഡ് ആൻഡ് എഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആർ കോൾഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്കിൽഡും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയാണ്. അപ്പോൾ എങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിളിക്കുക? സ്കിൽഡ് ആൻഡ് എഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആർ കോൾഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇപ്പോൾ വളരെ സ്കിൽഡും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുക? നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന പേരിൽ നമ്മൾ വിളിക്കുക. ഈ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ മെയിൻ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആർ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ആരോഗ്യമുണ്ട്, ജോബ് ട്രെയിനിങ് ഉണ്ട്, അതായത് തൊഴിൽ നമ്മൾ നൽകുന്ന ട്രെയിനിങ് ഉണ്ട്, അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ കുടിയേറ്റമുണ്ട്, ഇൻഫോർമേഷൻ വിവരങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സസ് ആയിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നവയാണ് ഏതൊക്കെ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, അതോടൊപ്പം തന്നെ ഇൻഫോർമേഷൻ. നമ്മൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്? നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലും അതിൻ്റെ സോഴ്സസിനെയും പറ്റിയാണ് പറഞ്ഞു വന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ് എന്നുള്ളതായിരുന്നു. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? സ്കിൽഡ് ആൻഡ് എഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആർ കോൾഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ആൻഡ് വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, job training, migration and information are the main sources of human capital. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മെഷീൻ പോലുള്ള നമ്മൾ നോർമലി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ സൈഡാണ് നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കിൽഡും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് കണക്കാക്കുക. അതായത് വളരെ കഴിവുറ്റതും അതോടൊപ്പം തന്നെ കാര്യക്ഷമതയുമായിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ എന്തിനെ ഉപയോഗിക്കുക? നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിനായിട്ട് ഉപയോഗിക്കുക. അവരെയാണ് നമ്മൾ ഏത് കാറ്റഗറിക്കുള്ളിൽ പെടുത്തുക? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന കാറ്റഗറിക്കുള്ളിൽ പെടുത്തുക. അപ്പോൾ ഈ ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇനി നോക്കുവാനായിട്ടുള്ളത്. ബോത്ത് ഫോം ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ആർ ഔട്ട്കംസ് ഓഫ് കോൺഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ ആയാലും ഹ്യൂമൻ ക്യാപിറ്റൽ ആയാലും അത് എന്തിൻ്റെ ഒരു ഔട്ട്കമാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്നതാണ്? വളരെ കോൺഷ്യസ് ആയിട്ട്, അതായത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൻ്റെ ഔട്ട്കം ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ രണ്ട് ക്യാപിറ്റൽ ഫോർമേഷനും, അതായത് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ ആയാലും ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആയാലും വരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ആ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഇപ്പോൾ അത് ഫിസിക്കൽ ക്യാപിറ്റൽ ആയാലും ഹ്യൂമൻ ക്യാപിറ്റൽ ആയാലും അത് എന്തിൻ്റെ ഒരു ഔട്ട്കമാണ് അല്ലെങ്കിൽ റിസൾട്ടാണ്? കോൺഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, അതായത് വളരെ ബോധപൂർവമായിട്ട് എടുക്കുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൻ്റെ ഒരു റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷനും അതോടൊപ്പം തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും. പക്ഷേ ഈ ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻസ് റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടേക്കൺ ഓൺ ദി ബേസിസ് ഓഫ് ഓൺട്രപ്രനേഴ്സ് നോളജ് ഇൻ ദിസ് റിഗാർഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ കേസിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ, അതായത് ഒരു മെഷീനിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ അവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് എടുക്കുന്നത് ഒരു ഓൺട്രപ്രനറുടെ, അതായത് ഒരു സംരംഭകൻ്റെ നോളജാണ്, അതായത് അറിവാണ്. ഒരു സംരംഭകൻ്റെ അറിവിന് എന്ത് പ്രാധാന്യമാണുള്ളത്? നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. കാരണം ആ സംരംഭകൻ്റെ ആ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിക്ക് വേണ്ട ഫിസിക്കൽ ക്യാപിറ്റൽ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, അതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവ്, അതായത് ആ ഓൺട്രപ്രനറുടെ നോളജ് എന്ന് പറയുന്നതിന് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. The entrepreneur possesses the knowledge to calculate the expected rates of return and then rationally decides which are of the investments should be made. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ആ ഒരു ഓൺട്രപ്രനറുടെ നോളജിന് പ്രാധാന്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഫിസിക്കൽ ക്യാപിറ്റലിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫിസിക്കൽ ക്യാപിറ്റലിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ മെഷീനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ
ആ മെഷീനിൽ നിന്ന് നമുക്ക് എത്രമാത്രം റിട്ടേൺ കിട്ടും, അതാണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് ഒരു മെഷീൻ നമ്മൾ വാങ്ങി നമ്മൾ ആ ഒരു പ്ലാന്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ 1000 രൂപയുടെ മെഷീനിൽ നിന്ന് കുറഞ്ഞത് ഒരു 5000 രൂപയ്ക്കുള്ള വകയെങ്കിലും കണ്ടെത്താനായാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകും. ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നിട്ടിറങ്ങും. എന്നാൽ ഞാൻ 1000 രൂപ കൊടുത്ത് ഒരു മെഷീൻ വാങ്ങി ഞാൻ എൻ്റെ പ്ലാനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്കതിൽ നിന്ന് 500 രൂപ പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ 500 രൂപയുടെ റിട്ടേൺ പോലും ലഭിക്കുന്നില്ല എങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തല്ല, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ലൂക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. അതാണ് ഒരു റാഷണൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആര് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, ഓൺട്രപ്രനേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എന്തിൻ്റെ കാര്യത്തിലാണ്, ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെഷീൻസ് എക്സാമ്പിളായിട്ട് എടുത്താൽ മതി, യന്ത്രങ്ങളൊക്കെ ഉദാഹരണമായിട്ട് എടുത്താൽ മതി ഫിസിക്കൽ ക്യാപിറ്റലിൽ. അതിലാണെങ്കിലാണ് ഈ ഓൺട്രപ്രനറിൻ്റെ നോളജ്, എങ്ങനെയുള്ള നോളജാണ്, ഈ ഒരു ഫിസിക്കൽ ക്യാപിറ്റലുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റാഷണലായിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് ആരെടുക്കുക, ഓൺട്രപ്രനർ എടുക്കുക. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദി ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻ വൺസ് ലൈഫ്. അതായത് ഫിസിക്കൽ ക്യാപിറ്റൽ പോലെയല്ല ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്, അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് നടക്കുന്നത്. അതായത് ഹ്യൂമൻ ക്യാപിറ്റലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാനുമായി സാധിക്കും. അതിന് നമുക്ക് എന്തിലൂടെയൊക്കെയാണ് നമുക്ക് ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിനെ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുക എന്ന് നോക്കിയാൽ പിയർ ഗ്രൂപ്പുകളിലൂടെ സാധിക്കും, എഡ്യൂക്കേറ്റേഴ്സിലൂടെ സാധിക്കും, അതോടൊപ്പം തന്നെ സൊസൈറ്റിയിലൂടെയും സാധിക്കും. ഇപ്പോൾ പിയർ ഗ്രൂപ്പ്, എഡ്യൂക്കേറ്റേഴ്സ്, സൊസൈറ്റി, ഇതിനെല്ലാം ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു മാനവ വിഭവത്തിന് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒന്ന് പിയർ ഗ്രൂപ്പ്, ഒരേ പ്രായത്തിലുള്ളവരെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് വരാം, സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വരാം, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സ്, അതായത് അദ്ദേഹത്തിന് ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും നൽകിയവർ, അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്തിൽ കാണാം, ഹ്യൂമൻ ക്യാപിറ്റലിലാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ കാണാം. നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ പറഞ്ഞപ്പോൾ അത് പ്യുവർലി എന്തിൽ ബേസ് ചെയ്തിരുന്നു, ഓൺട്രപ്രനറിൻ്റെ നോളജിലാണ് അത് ബേസ് ചെയ്ത് ഇരുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇസ് പാർട്ട്ലി എ സോഷ്യൽ പ്രോസസ് ആൻഡ് പാർട്ട്ലി എ കോൺഷ്യസ് ഡിസിഷൻ ഓഫ് പൊസസർ. അതായത് ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അത് കുറച്ചൊക്കെ സാമൂഹികപരമായിട്ടുള്ളതാണ്. അതായത് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് ഒരു ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ ഫോർമേഷനിൽ ഒരു വ്യക്തമായ പങ്കുണ്ട്. അത് കൂടാതെ പിന്നെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ആ വ്യക്തി തന്നെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മനുഷ്യരാണ്, മനുഷ്യരുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമത വർദ്ധിക്കണമെങ്കിൽ അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം, അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്, അവർക്കുള്ള ഹെൽത്ത്, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല അവർക്കുള്ള ആ ഒരു സാമൂഹിക ഇടപെടലും അവരുടെ കാര്യക്ഷമതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഫിസിക്കൽ ക്യാപിറ്റലായാലും ഹ്യൂമൻ ക്യാപിറ്റലായാലും രണ്ടും എന്താണ്, കോൺഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഔട്ട്കം ആണ് അല്ലെങ്കിൽ റിസൾട്ടാണ് എന്ന് പറഞ്ഞു. ബോധപൂർവമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ റിസൾട്ടാണ് ഫിസിക്കൽ ക്യാപിറ്റലായാലും ഹ്യൂമൻ ക്യാപിറ്റലായാലും. എന്നാൽ ഫിസിക്കൽ ക്യാപിറ്റലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, അത് ഓൺട്രപ്രനറുടെ നോളജിനെ ബേസ് ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ഓൺട്രപ്രനറുടെ നോളജ് എന്ന് നോക്കിയാൽ, ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് എത്രമാത്രം നമുക്ക് അതിൽ നിന്ന് നേടുവാനായി സാധിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റാഷണൽ ആയിട്ടുള്ള, അതായത് യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ആവുമ്പോൾ അതുപോലെയല്ല. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, ദാറ്റ് ഈസ് ഫോംഡ് ഇൻ വൺസ് ലൈഫ്. അതായത് ഒരു വ്യക്തിയിൽ തന്നെയാണ് ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യപ്പെടുന്നത്. ഈ വ്യക്തിയിൽ രൂപപ്പെടുന്ന ഈ ഹ്യൂമൻ ക്യാപിറ്റലിനെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് പിയർ ഗ്രൂപ്പ്, സൊസൈറ്റി, എഡ്യൂക്കേറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റലുമായി ബന്ധപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട്ലി എ സോഷ്യൽ പ്രോസസ്, ഇറ്റ്സ് പാർട്ട്ലി ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള വികാസവും അതോടൊപ്പം തന്നെ സാമൂഹികപരമായിട്ടുള്ള സ്വാധീനവുമാണ് എന്തിൻ്റെ പ്രധാനപ്പെട്ടായിട്ടുള്ള ചാലക ശക്തികൾ നമുക്ക് പറയുവാൻ സാധിക്കും,
ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ചാലക ശക്തികൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് ഒരു സാമ്പത്തിക വളർച്ച, ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ചയും അതോടൊപ്പം തന്നെ അവിടുത്തെ മാനവ വിഭവവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇക്കണോമിക് ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ ദ റിയൽ നാച്ചുറൽ ഇൻകം ഓഫ് എ കൺട്രി. അതായത് എന്താണ് ഈ ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന, റിയൽ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുക? ഇക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഇക്കോണമിയുടെ റിയൽ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻക്രീസിനെ അല്ലെങ്കിൽ വർധനവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇക്കണോമിക് ഗ്രോത്ത് എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഒരു എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് നൽകുന്ന ആ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇല്ലിറ്ററേറ്റ്, അതായത് ഒരു നിരക്ഷനായിട്ടുള്ള വ്യക്തിയേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു നിരക്ഷനായിട്ടുള്ള ഒരു വ്യക്തിക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ പങ്ക് ആർക്ക് വഹിക്കാനായി സാധിക്കും? ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് നൽകുവാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിൻ്റെ പ്രാധാന്യമാണ്? എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മുടെ ആ ഒരു രാജ്യത്തിലുള്ള ജനങ്ങൾക്കെല്ലാം എഡ്യൂക്കേഷൻ വേണം. ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് എങ്കിൽ അവർക്ക് എന്തിലേക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പങ്കാളിത്തം നൽകാൻ സാധിക്കും? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിലേക്ക് അവർക്ക് ഇഫക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷൻ മാത്രമല്ല, ഹെൽത്ത് എന്ന് പറയുന്നതും, അതായത് ആരോഗ്യം എന്ന് പറയുന്നതും ഒരു വ്യക്തി രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് സംഭാവന നൽകുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതെന്താണ്? ഹെൽത്തിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലോങ് അവർ ആയാലും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണ് വർക്ക് ചെയ്യാൻ സാധിക്കും. ആരേക്കാൾ? ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതായത് ആരോഗ്യമില്ലാതെ വളരെ ക്ഷയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വളരെ സ്ഥിരതയോടുകൂടി അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖല അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്തിനെ ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്യും? നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യുകയും ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. നമ്മളിപ്പോൾ രണ്ട് ഫാക്ടേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേഷൻ്റെയാണ്, അതായത് വിദ്യാഭ്യാസത്തിൻ്റെയാണ്. വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത നിരക്ഷരരെക്കാൾ നന്നായിട്ട് അവർക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിലേക്ക് സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കും. അത് അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയേക്കാൾ നന്നായിട്ട് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയെ എന്ത് ചെയ്യും? സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഇൻകം, ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അല്പം മുന്നേ ചർച്ച ചെയ്ത ആ ഒരു സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തന്നെയാണ് എന്തിന് പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വരുമാനത്തെ അദ്ദേഹത്തിന് ഉയർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് മാർക്കറ്റ് ഇൻഫോർമേഷൻ, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ്, ഇതുപോലുള്ള ഫാക്ടേഴ്സൊക്കെ ആണ് എന്തിന് കാരണമായി തീരുന്നത്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷനുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഹെൽത്ത് ഉണ്ട്, ആരോഗ്യമുണ്ട്, ജോബ് ട്രെയിനിങ് ഉണ്ട്, തൊഴിലിൽ നമ്മൾ നൽകുന്ന ട്രെയിനിങ് ഉണ്ട്, അതോടൊപ്പം തന്നെ മൈഗ്രേഷനുണ്ട്, കുടിയേറ്റമുണ്ട്, അതോടൊപ്പം തന്നെ ജോബ് മാർക്കറ്റ് ഇൻഫോർമേഷൻ ഉണ്ട്. അതായത് തൊഴിൽ മാർക്കറ്റിനെ പറ്റിയിട്ട്, അതായത് തൊഴിൽ കമ്പോളത്തെ പറ്റിയിട്ട് നൽകുന്ന വിവരങ്ങളും അദ്ദേഹത്തിന് എന്തിനു സഹായിക്കും? അദ്ദേഹത്തിന് കിട്ടാൻ ഉള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണെന്ന് നമുക്ക് പറയാം. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നതും ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ പ്രധാനമായിട്ടുള്ള സ്രോതസ്സുകളെന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് നോളജ് ടു ദി അണ്ടർസ്റ്റാൻഡ് ചേഞ്ചസ് ഇൻ ദി സൊസൈറ്റി. അപ്പോൾ വിദ്യാഭ്യാസമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാനായി സാധിക്കും? നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് അതിനെ ഉൾക്കൊള്ളുന്നതിനും നമുക്ക് സാധിക്കും.
അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാറ്റങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ദാറ്റ് എനേബിൾസ് സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ ഇൻവെൻഷൻസ് ആൻഡ് ഇന്നോവേഷൻസ്. അതായത് പുതുതായിട്ടുള്ള കണ്ടെത്തലുകൾ നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഏത് സഹായിക്കും? എഡ്യൂക്കേഷൻ ഉണ്ട് എങ്കിൽ നമുക്കത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ പല ഇൻ്റർനാഷണൽ അതോറിറ്റികളും പറയുന്നത് ഇന്ത്യയുടെ ഇക്കണോമി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? വളരും. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ സമ്പദ് വ്യവസ്ഥ വളരെ പെട്ടെന്ന് വളരാനുള്ള കാരണങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്കുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ പൊട്ടൻഷ്യലാണ്. അതായത് നമുക്കറിയാം നമ്മൾ ജനസംഖ്യയിൽ എത്രാം സ്ഥാനത്താണ്? 2ാം സ്ഥാനത്താണ്. അതായത് ഇവിടെ അത്രമാത്രം ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്രയാണ്? വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യക്കുള്ള ഈ ഒരു ഇമ്മെൻസ് ഹ്യൂമൻ ക്യാപിറ്റൽ പൊട്ടൻഷ്യൽ ആണ് ഇന്ത്യയുടെ എന്തിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇന്ത്യക്കുള്ള റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇൻ്റർനാഷണൽ അതോറിറ്റീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യക്കുള്ള എന്ത് അഡ്വാൻറ്റേജ് ആണ്? ഈ ഹ്യൂമൻ ക്യാപിറ്റൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് പറഞ്ഞത്? നമ്മൾ പ്രധാനമായി പറഞ്ഞത് എന്താണ് ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു സാമ്പത്തിക വളർച്ച എന്ന് നമ്മൾ നോക്കി, അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് റിയൽ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് ഇക്കണോമിക് ഗ്രോത്ത്. ഈ ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നാണ് അതിന് ശേഷം പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിനെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളിനേക്കാൾ കൂടുതലായിട്ട് ഇക്കണോമിക് ഗ്രോത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്കർ ആണെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്കറേക്കാൾ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം ജനറേറ്റിംഗ് കപ്പാസിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷനുണ്ട്, ഹെൽത്ത് ഉണ്ട്, ജോബ് മാർക്കറ്റ് ഇൻഫോർമേഷൻ ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ജോബ് ട്രെയിനിങ് ഉണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിന് സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചസിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാനും അതോടൊപ്പം അഡാപ്റ്റ് ചെയ്യാനും സാധിക്കും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സിനെ എൻഹാൻസ് ചെയ്യുന്നതിനും ഇൻവെൻഷൻസും ഇന്നോവേഷൻസും ക്യാരി ഔട്ട് ചെയ്യുന്നതിനും അതിലൂടെ കഴിയുകയും ചെയ്യും. അതായത് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമല്ല ശാസ്ത്രരംഗത്ത് വരുന്ന പുരോഗതികൾ അനുസരിച്ചും അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അദ്ദേഹത്തിന് മുന്നേറുവാനായി സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞത് ഇൻ്റർനാഷണൽ അതോറിറ്റീസ് ഇന്ത്യയുടെ റാപ്പിഡ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്തിനുള്ള റീസൺ ആയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് എന്തായിരുന്നു? അതായത് ഇന്ത്യയുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയുടെ കാരണമായിട്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ആ ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ള എന്ത് അഡ്വാൻറ്റേജ് ആണ്? ഹ്യൂമൻ ക്യാപിറ്റലിലുള്ള അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് എന്തുണ്ട്? ഇമ്മെൻസ് ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ പൊട്ടൻഷ്യൽ ആണ് എന്തിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്തിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് മാനവ വിഭവത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായി പോകുന്നത്. Human capital formation is the outcome of investments in education, health, job training, migration and information. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എഡ്യൂക്കേഷനിലും ഹെൽത്തിലും ഇൻഫോർമേഷനിലും അതോടൊപ്പം തന്നെ മൈഗ്രേഷനിലും ജോബ് ട്രെയിനിങ്ങിലും ഒക്കെ നമ്മൾ നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എന്തിലേക്ക് വഴിവെക്കുന്നത്? നമ്മുടെ മാനവവിഭവത്തിൻ്റെ ആ ഒരു ഉൽപ്പാദനത്തിലേക്കും വഴിവെക്കുന്നത് അല്ലെങ്കിൽ വ്യക്തിത്വ വികാസത്തിലേക്ക് വഴിവെക്കുന്ന പ്രധാനമായിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് നമ്മൾ ഏതിലൊക്കെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ജോബ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനും ഹെൽത്തിനും വളരെ പ്രാധാന്യമാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എക്കണോമിക് ഗ്രോത്തിലേക്ക് അദ്ദേഹത്തിന് വളരെ ഇഫക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അല്പം മുന്നേ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എഡ്യൂക്കേഷനും ഹെൽത്തിനുമുള്ള ഈ റിലവൻസ് അല്ലെങ്കിൽ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിലും അതായത് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ്റെയും ഹെൽത്തിൻ്റെയും മെയിൻ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അഥവാ NCERT. നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആരാണ്? NCERT ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ
നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് NCERTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എക്സാമിന് പലപ്പോഴും NCERT എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫുൾ ഫോം എഴുതാനായിട്ട്, അതായത് NCERT എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. NCERT ചോദിക്കാറുണ്ട്, SCERT ചോദിക്കാറുണ്ട്. SCERT എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT ആകുമ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT സെൻട്രൽ ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും SCERT എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC. അതായത് കോളേജ് ലെവലിലുള്ള എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് സാങ്കേതിക സർവകലാശാലകൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ AICTE എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നത്. ഈ AICTE എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫോം തന്നിട്ട് അതിന് എക്സ്പാൻഡ് ചെയ്യാനും എക്സാമിന് ഒരിക്കൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ AICTEയുടെ ഫുൾ ഫോം എന്താണ്, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമ്മൾ 3 ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ആദ്യം പറഞ്ഞത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, രണ്ടാമത് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, മൂന്നാമത് പറഞ്ഞത് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ AICTE. അപ്പോൾ ഇതൊക്കെ എഡ്യൂക്കേഷണൽ സെക്ടറിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇനി നമ്മൾ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. അപ്പോൾ ICMR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തിനു വേണ്ടി മുൻകൈ എടുക്കുന്നത്, കേന്ദ്ര തലത്തിൽ ആരോഗ്യപരമായിട്ട് അതായത് ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ICMR ആണ്. ICMRൻ്റെ ഫുൾ ഫോം എന്താണ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വേണമെങ്കിൽ നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, അതോടൊപ്പം ജോബ് ഇൻഫോർമേഷൻ. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ടേഴ്സാണ് എഡ്യൂക്കേഷനും ഹെൽത്തും. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അതായത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും എന്തുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പറ്റിയാണ് നമ്മൾ അതിന് ശേഷം പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞു എഡ്യൂക്കേഷണൽ സെക്ടറിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയായിരുന്നു. ആദ്യം NCERT പറഞ്ഞു, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതുപോലെ നമുക്ക് SCERT ഉണ്ട്, അത് സംസ്ഥാന തലത്തിലുള്ളതാണ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അതിനുശേഷം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതായത് UGC ഉണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതെല്ലാം എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒന്നേ ഉള്ളായിരുന്നു, അതേതായിരുന്നു, ICMR ആയിരുന്നു, അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. അത് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഗ്രോത്ത് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ മാനവ വിഭവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, എഡ്യൂക്കേഷനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചിലവുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായി പോകുന്നത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ 2 ways. അതായത് ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതിന് നമുക്ക് പ്രധാനമായി 2 തരത്തിൽ പറയാം. ഒന്നെന്ന് പറയുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം ചെലവിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിൽ നമുക്ക് പറയാം. അല്ലാതെ നമുക്ക് രണ്ടാമത് പറയാൻ പറ്റുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP, അതായത് നമ്മുടെ GDPയുടെ എത്ര ശതമാനമാണ് എഡ്യൂക്കേഷന് വേണ്ടി നീക്കി വയ്ക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് പറയാം. നമ്മൾ എന്തിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ടുവാർഡ്സ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതിനെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഫോർ എഡ്യൂക്കേഷനെ നമുക്ക് 2 രീതിയിൽ പറയാം. എങ്ങനെയൊക്കെയാണ് 2 രീതിയിൽ പറയാൻ പറ്റുക, ഒന്ന് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര പെർസെൻറ്റേജാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്, അല്ലെങ്കിൽ GDPയുടെ എത്ര പെർസെൻറ്റേജാണ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ ദ പെർസെൻറ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻഡിക്കേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദി സ്കീം ഓഫ് തിങ്സ് ബിഫോർ ദി ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ വിദ്യാഭ്യാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്,
ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ഭാഗമാണ് എഡ്യൂക്കേഷണൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള ആദ്യത്തെ രീതിയിൽ നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ എത്രമാത്രം പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ രീതി എന്താണ്? GDPയുടെ എത്ര പെർസെൻറ്റേജാണ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എന്ന രീതിയിലാണ് നോക്കുന്നത് എങ്കിൽ അത് എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹൗ മച്ച് അവർ ഇൻകം ഈസ് ബീയിങ് കമ്മിറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദി കൺട്രി. അതായത് നമ്മുടെ വരുമാനം GDP എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ആൻഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? GDPയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വരുമാനമാണത് കാണിക്കുന്നത്. നമ്മുടെ വരുമാനത്തിൻ്റെ എത്രത്തോളമാണ് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് എന്നാണ് നമുക്ക് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എന്നതിലൂടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനം. രണ്ടാമത് പറഞ്ഞത് GDPയുടെ എത്ര ശതമാനം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന പ്രാധാന്യം എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കും. രണ്ടാമത് പറഞ്ഞത് ആസ് എ പെർസെൻറ്റേജ് GDPയിൽ എത്രമാത്രമാണ് എഡ്യൂക്കേഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്കുള്ള വരുമാനത്തിൻ്റെ എത്രത്തോളമാണ് നമ്മൾ എന്തിനു വേണ്ടി മാറ്റിവെക്കാറുള്ളത്? വിദ്യാഭ്യാസത്തിൻ്റെ വികാസത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ആയി നമ്മൾ എടുക്കുമ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു ഇക്കോണമിയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് നമുക്ക് ഏതിലൂടെ മനസ്സിലാക്കാമെന്ന് നോക്കിയാൽ നമുക്കൊരു രാജ്യത്തെ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ അഡൽട്ട് ലിറ്ററസി റേറ്റിലൂടെയാണ്. അതായത് അവിടെ എത്രത്തോളം സാക്ഷരത ആണ് ഉള്ളത് എന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവിടുത്തെ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കുവാനായി സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇക്കോണമിയുടെ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? അപ്പോൾ ഒരു ഇക്കോണമിയുടെ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ ഇക്കോണമിയുടെ അഡൽട്ട് ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം സാക്ഷരതയുണ്ട് എന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു ഇക്കോണമിയുടെ എന്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക? എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായി സാധിക്കുക. നമുക്കിതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്ന മറ്റൊന്നാണ് ജെൻഡർ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. എന്തിൻ്റെ കാര്യത്തിലാണ്? ലിറ്ററസിയുടെ കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ 2011 ആ ഒരു സെൻസസ് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ അളവ് നമ്മൾ നോക്കിയാൽ ഫീമെയിലിനും മെയിലിനുമുള്ള ആ ഒരു ലിറ്ററസിയുടെ റേറ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമൊന്നും നമുക്ക് കാണുവാനായി കഴിയുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫീമെയിൽ മെയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ആ ഒരു എഡ്യൂക്കേഷണൽ ലെവലിലുണ്ടായിരുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? നാരോ ഡൗൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് നമുക്കതിലൂടെ കാണുവാൻ സാധിക്കും. അതായത് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നത് വഴി നമുക്ക് എന്ത് ഉറപ്പുവരുത്തുവാനായി സാധിക്കും? ജെൻഡർ ഇക്വിറ്റി, അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നതും പോലുള്ള ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള അതായത് വിവേചനപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് മാറിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം മാറി ഒരു തുല്യത അല്ലെങ്കിൽ ഒരു സമത്വം വരുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. എന്തിലൂടെയാണ്? ഈ ഒരു ലിറ്ററസി റേറ്റിൽ വരുന്ന ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്, അതായത് മെയിൽ ഫീമെയിൽ ലിറ്ററസിയിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാറിയിട്ട് ജെൻഡർ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമുക്ക് അതിൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പറയാനുള്ളത് ഹയർ എഡ്യൂക്കേഷനാണ്. നമ്മുടെ എലമെൻ്ററി എഡ്യൂക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ വളരെ കമ്പൽസറി ആക്കിയത് കൊണ്ട് തന്നെ എലമെൻ്ററി എഡ്യൂക്കേഷൻ അവിടെ ഫ്രീ ആയിട്ടുള്ള എലമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ അതായത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എത്തുമ്പോഴേക്കും പലപ്പോഴും സ്ത്രീകൾ തഴയപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല. അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ കൊണ്ടായിരിക്കാം അവരെന്തിനേക്ക് പോകുന്നില്ല? ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ പോകാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇയർലി മാരേജ്, അതായത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നതും അത്തരത്തിൽ വിവാഹം കഴിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ത് ചെയ്യുകയാണ്? അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോകുന്നതുമായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. അപ്പോൾ അത് പരിഹരിക്കണം. അതായത് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് എന്തിലൂടെയാണ് സാധിക്കുക എന്ന് വെച്ചാൽ ഈ ഹയർ എഡ്യൂക്കേഷൻ ആർക്ക് ഉറപ്പുവരുത്തുക? ഫീമെയിൽസിന് അല്ലെങ്കിൽ ഗേൾസിന് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുകയാണെങ്കിൽ അവരുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് അവർ അത്യാവശ്യം
ആ ഒരു ടീനേജ് കഴിഞ്ഞതിന് ശേഷമെങ്കിലും അവരുടെ ആ ഒരു അവരുടെ ആ ഒരു വിവാഹത്തിൻ്റെ പ്രായം വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യുകയും പോപ്പുലേഷൻ നമുക്ക് അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ളതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഗവൺമെൻറ് ഏതിൻ്റെ ഭാഗത്ത് എടുക്കേണ്ടതുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ സ്കിൽഡും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് എങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്തിനെ പറ്റിയിട്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിലുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിലുള്ള ഇത്തരത്തിലെ എഡ്യൂക്കേഷനെയും ഹെൽത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ് അതിന് ശേഷം നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ അത് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ GDPയുടെ ഭാഗമായിട്ട് എത്രത്തോളമാണ് എന്ന് നമ്മൾ കണക്കാക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു ഇക്കോണമിയുടെ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അവരുടെ അഡൽട്ട് ലിറ്ററസി അല്ലെങ്കിൽ അവരുടെ സാക്ഷരതാ നിരക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. അതിനുശേഷം ജെൻഡർ ഇക്വിറ്റിയെ കൊണ്ടുവരുന്നു, അതായത് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ആ ഒരു സാക്ഷരതയിൽ വന്നിട്ടുള്ള ആ ഒരു വലിയ വ്യത്യാസം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അതായത് വിദ്യാഭ്യാസം വന്നതോടുകൂടി സാമൂഹികപരമായിട്ടും അവരിൽ മാറ്റം വരുന്നുണ്ട്, ആ അസമത്വങ്ങളൊക്കെ മാറുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഹയർ എഡ്യൂക്കേഷനിൽ വരുത്തേണ്ട ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റിയിട്ടും അതുവഴി എങ്ങനെയാണ് നമുക്ക് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതെന്നുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.